നമസ്കാരം. കരഞ്ഞു കരഞ്ഞ് പ്രിയങ്ക ഗാന്ധിയുടെ കണ്ണിലെ കണ്ണീർ വറ്റിയിരിക്കുകയാണ്. പാവം പാലസ്തീൻ, എന്റെ ഹമാസ്. ഇസ്രായേൽ യുദ്ധത്തെ വിമർശിച്ച പ്രിയങ്ക ഗാന്ധി യഥാർത്ഥത്തിൽ മണ്ടിയാണോ അതോ അഭിനയിക്കുകയാണോ? ഇസ്രായേലിനെ ചൊറിയാൻ ചെന്ന ഹമാസിനെ ഇസ്രായേൽ മാന്തിക്കീറി. അതങ്ങനെയാണല്ലോ. ന്യൂട്ടന്റെ മൂന്നാമത്തെ നിയമം. ഒരു ആക്ഷൻ കാണിച്ചാൽ റിയാക്ഷൻ ഉണ്ടാകുമല്ലോ. എന്നാൽ എന്തൊക്കെ നടന്നാലും പാലസ്തീനെ കൈവിടാത്ത ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. പാലസ്തീൻ അനുകൂല ചിത്രങ്ങൾ പതിച്ച് ബാഗ് ധരിച്ച് പാർലമെന്റിലേക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം അന്ന് വൈറലായിരുന്നു. അന്ന് മുൻ പാക് മന്ത്രി പോലും അവരെ പുകഴ്ത്തിയിരുന്നു. അപ്പോഴേ മനസ്സിലാക്കണം പ്രിയങ്ക ഗാന്ധിയുടെ രാജ്യവിരുദ്ധത. ഇപ്പോൾ അതേ വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ച പാലസ്തീനികളെ അപലപിച്ച പ്രിയങ്കയ്ക്ക് ഗാസയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും നല്ല അലക്ക് കിട്ടുന്നുണ്ട്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ ഭീകരമെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടാകുന്നത്. സിറിയയിൽ ക്രിസ്ത്യാനികളും തൊട്ടടുത്ത ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും മൗനം പാലിച്ച പ്രിയങ്ക ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതാണോ എന്നാണ് ചോദ്യം. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയപ്പോൾ ഇമാതിരി പ്രസ്താവനയൊന്നും കണ്ടില്ലല്ലോ. അവരുടെ ജീവന് വിലയില്ലേ? ഇനി ഹമാസ് ഭീകരർ കൊന്ന ഇസ്രായേലികളുടെ ജീവൻ നിങ്ങൾ കണ്ടില്ലേ? ഈ പാലസ്തീനിലെ മുസ്ലിങ്ങളുടെ ജീവന് മാത്രമേ നിങ്ങൾക്ക് വിലയുള്ളൂ. ഇങ്ങനെ പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് സ്വാഹ ആകുമെന്ന് കാര്യം 100% അല്ലെങ്കിൽ 100% ഉറപ്പാണ് എന്നാണ് ചിലർ പറയുന്നത്. ക്രിസ്ത്യൻ സംഘടനയായ കാസയും പ്രിയങ്കയ്ക്കെതിരെ രംഗത്തെത്തി. സിറിയയിൽ ക്രിസ്ത്യാനികളും തൊട്ടടുത്ത ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ കടന്നുകയറി നിരപരാധികളായ വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെ ഉൾപ്പെടെ 1200ഓളം പേരെ കൂട്ടക്കൊല നടത്തുകയും ഇവളെ പോലുള്ള സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തപ്പോഴും ഇവര് ഉറക്കത്തിലായിരുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രബുദ്ധ അടിമകൾക്ക് അഭിമാനിക്കാം എന്നാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.